എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആനകളിലൊന്ന് ഇടഞ്ഞോടി. ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരുന്നത്. കൂട്ടം കൂടി നിന്നവർക്കിടയിലേക്കാണ് ആന പാഞ്ഞെത്തിയത്. ആളുകൾ പല വഴികളിലൂടെ ചിതറിയോടിയതോടെ മറ്റാനകളും വിരണ്ട ആനയുടെ പിന്നാലെ ഓടി. 18 ആനകളായിരുന്നു രഥയാത്രയ്ക്കുണ്ടായിരുന്നത്. അഹമ്മദാബാദിൽ രഥയാത്രാ മഹോത്സവത്തിന്റെ ഭാഗമായി 400 വർഷം പഴക്കമുള്ള അലങ്കരിച്ച 3 രഥങ്ങൾ എഴുന്നള്ളിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ജബൽപൂരിലെ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 16 കിലോമീറ്റർ സഞ്ചരിച്ച് രാത്രിയോടെയാണ് തിരിച്ചെത്തുന്നത്. 15 ലക്ഷം ആളുകൾ ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ടെന്നാണ് കണക്ക്. രഥയാത്രയുമായി ബന്ധപ്പെട്ട് ആളുകളുടെ സുരക്ഷയ്ക്കായി ഈ വർഷം 23,800 ഉദ്യോഗസ്ഥരെയായിരുന്നു നിയമിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നിങ്ങൾ ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ? എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ, അക്കൗണ്ട് സ്റ്റാഫ്, കാഷ്യർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, റിസപ്ഷൻ സ്റ്റാഫ്, സെയിൽസ് ട്രെയിനിങ്, മാർക്കറ്റിംഗ് സ്റ്റാഫ്, ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അട്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഡോണ്ട് മിസ് ഇറ്റ്.